എന്നെ കണ്ടിരിക്കുന്നവൻ ആരെ കണ്ടു? കാരണം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ നമ്മുടെ ദൈവം ആരാണ് എന്ന് നമ്മൾ അറിയണം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആകത്തുക അതാണ്. വാട്ട് ഈസ് ഇറ്റേണൽ ലൈഫ്? ഈ ദൈവത്തെ അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. നോയിങ് ഗോഡ് ഈസ് ഇറ്റേണൽ ലൈഫ്. ദൈവത്തെ അറിയണം. അതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിളി. ദൈവം ആരായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിലും ഭാഷയിലും രൂപത്തിലും ഈ ഭൂമിയിൽ പ്രകടിപ്പിച്ചത് ദൈവത്തിന്റെ പുത്രനാണ്. ആമേൻ. നമ്മളെ പോലെ തന്നെ ഒരു മനുഷ്യനായി ഈ ജഡത്തിൽ ഈ ഭൂമിയിൽ വന്ന് നമ്മളെ പോലുള്ള മനുഷ്യരുടെ നടുവിൽ ജീവിച്ച് സഞ്ചരിച്ച് ശുശ്രൂഷിച്ച യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുമ്പോഴാണ് നമ്മുടെ ദൈവം ആരാണെന്ന് നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയും. അത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫൗണ്ടേഷനാണ് ആ ഒരു സംഗതി, ബിബ്ലിക്കൽ വുമൺഹുഡ്. ഞാൻ ഈ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ജനിച്ചു വളർന്നത് കൊണ്ട് ഒരു വളരെ ഫെമിനിസ്റ്റ് ചിന്താഗതിയിൽ മുമ്പോട്ട് വന്ന ഒരാളാണ്. അത് നമ്മളങ്ങനെ ചിന്തിക്കുന്നത്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ സ്ത്രീകളെ ഇങ്ങനെ അടിച്ചമർത്തിയിട്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ അത് നമ്മൾ ഒത്തിരി വികാരങ്ങളുണ്ടാക്കും. എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് അതിൻ്റെതായ ഒത്തിരി പ്രവണതകളൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് കർത്താവിനെ ഞാൻ മനസ്സിലാക്കി ദൈവവചനത്തിലേക്ക് കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോഴാണ് വുമൺഹുഡിനെ കുറിച്ച്, അല്ലെ, ഫാമിലിയെ കുറിച്ചൊക്കെ ഉള്ള ഒരു കാഴ്ചപ്പാട് എൻ്റെ ഹൃദയത്തിലേക്ക് വാസ്തവമായി ലഭിക്കുവാനിടയായി തീർന്നു. ഞാനൊരു പാരമ്പര്യ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർന്ന വ്യക്തിയാണ്. നോർത്ത് ഇന്ത്യയിൽ ജനിച്ച് വളർന്നയാളാണ്. അപ്പം മലയാളത്തിന് പകരം ഞാൻ ഹിന്ദിയാണ് പഠിച്ചിരിക്കുന്നത്. മലയാളം അതുകൊണ്ട് എഴുതാൻ എനിക്കറിയത്തില്ല, പറഞ്ഞ് അങ്ങ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് കർത്താവിനെ അറിഞ്ഞൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് വീട്ടിൽ നിന്നും വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. കാരണം യു ആർ ഓൾറെഡി എ ക്രിസ്ത്യൻ, നിനക്ക് ഓൾറെഡി നമുക്ക് പള്ളിയുണ്ട്, നമുക്ക് ബൈബിളുണ്ട്, യേശുവുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനപ്പുറത്തൊരു വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പ്രത്യേകിച്ചും സ്നാനപ്പെടണം എന്നൊരു തീരുമാനത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് വലിയ എതിർപ്പിന് കാരണമായി തീർന്നു. എന്നാൽ കർത്താവിനെ അറിഞ്ഞ കാലം മുതൽ അതൊരു വളരെ റാഡിക്കൽ എൻകൗണ്ടർ ആയിരുന്നു. രക്ഷിക്കപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ പല വിധത്തിലുള്ള രക്ഷിക്കപ്പെടലുകളുണ്ട്. ഹൃദയത്തെയും മനസ്സിനെയും ഒന്നും ടച്ച് ചെയ്യാതെ പോലും ഒരുപാട് പേര് യേശുവിനെ സ്വീകരിച്ച് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപക്ഷെ ചില അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു രോഗസൗഖ്യത്തോടുള്ള ബന്ധത്തിൽ, അങ്ങനെയൊക്കെ ആയിരിക്കും ഒരുപാട് ആൾക്കാർ കർത്താവിങ്കിലേക്ക് വരുവാനിടയാകുന്നത്. എന്നാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷമെന്ന് പറയുന്നത് ശരിക്കും രക്ഷിക്കപ്പെടുവാൻ കർത്താവ് കൃപ തന്നു. ഹല്ലേലൂയ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വരുവാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചൊക്കെ ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തി അന്ന് മധ്യപ്രദേശ് എന്ന് പറയുന്ന സ്ഥലം, പിന്നീട് അതിൻ്റെ പേരുകളൊക്കെ ഇപ്പം മാറിയല്ലോ, എന്നാൽ അന്ന് ഒരു പെന്തക്കോസ്റ്റൽ ചർച്ച് പോലും ആ ഏരിയയിലെങ്ങും ഇല്ല. പെന്തക്കോസ്തുകാരെ എൻ്റെ ഫാദർ വീട്ടിൽ കയറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ആ മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വലിയ ദൈവസാന്നിധ്യം അവിടേക്ക് ഇറങ്ങി. ഹല്ലേലൂയ. ചില നാളുകൾ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്നതിൻ്റെ ഭാഗമായി സുവിശേഷം അതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. പക്ഷേ അത് ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് കയറുവാനും പാപബോധത്താൽ പിടിക്കപ്പെടുവാനും, അങ്ങനെ നമ്മൾ പറയുമല്ലോ, രോഗിക്ക് മാത്രമേ വൈദ്യനെയും കൊണ്ട് ആവശ്യമുള്ളൂ.
ഞങ്ങളുടെ അടുത്തോട്ട് ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അവരോട് ചോദിക്കുന്ന, അവരെ ഒന്ന് ഗ്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം, വാട്ട് ഈസ് യുവർ പ്രോബ്ലം? കാരണം വെറുതെ പോയപ്പോൾ ഡോക്ടറിനെ കാണാൻ വേണ്ടി കയറി എന്നാരും, അങ്ങനെ വരുന്നവരുമുണ്ട്. പക്ഷേ രോഗിക്ക് മാത്രമേ വൈദ്യനെയും കൊണ്ട് ആവശ്യമുള്ളൂ. അതുകൊണ്ട് അങ്ങനെ അല്ലേ നമ്മൾ 51 സങ്കീർത്തനത്തിൽ വായിക്കുന്ന, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏറ്റവും ആദ്യം എൻ്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ച ഒരു വചനമായിരുന്നു Psalm 51 വേഴ്സ് 17. പരിശുദ്ധാത്മാവ് നയിക്കുന്നത് പോലെ ഞാൻ അങ്ങ് പോകുകയാണ്. നമ്മളൊരു മിക്സ്ഡ് ഗ്രൂപ്പ് ആണല്ലോ, കർത്താവ് നമ്മളോട് ഇടപെട്ടട്ടെ. 51 അതിൻ്റെ 16ഉം 17ഉം. Psalms 51 16ഉം 17ഉം. ആ ആ ആ യെസ് യെസ്. പ്രൈസ് ഗോഡ്. പാരമ്പര്യ ഒരു ക്രിസ്ത്യാനി പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇങ്ങനെയൊരു ദൈവത്തെ നമുക്ക് പരിചയം പോലുമില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പ്രസാദിപ്പിച്ചെടുക്കേണ്ടുന്ന ഒരാളാണ് ദൈവം എന്നൊരു കൺസെപ്റ്റാണ് നമ്മുടെ മനസ്സിലിരിക്കുന്നത്. ഇത് കർമ്മമാർഗമല്ല എന്ന് വ്യക്തമായി നാം അറിഞ്ഞിരിക്കുമ്പോൾ തന്നെ നമ്മുടെ നന്മ പ്രവൃത്തി കൊണ്ട് ദൈവത്തെ സന്തോഷിപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മേടിച്ചെടുക്കുക എന്നൊരു സ്ഥാനത്താണ് ഒരു ആവറേജ് ക്രിസ്ത്യൻ്റെ ജീവിതം എന്നും നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയല്ല, ദൈവത്തിന് എൻ്റെ യാഗങ്ങളെ അല്ല, ദൈവത്തിന് എന്നെയാണ് വേണ്ടുന്നത് എന്നുള്ളതൊരു ആഴമായ ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ പറയുന്നത്. ഇത് നമുക്കറിയാം, ഇത് ദാവീദിൻ്റെ സങ്കീർത്തനമാണ് അല്ലേ? ദിസ് ഈസ് ഡേവിഡ് സാം, ദാവീദിൻ്റെ സങ്കീർത്തനമാണിത്. താൻ പാപത്തിൽ അകപ്പെട്ട ശേഷം ദാവീദിനെ കുറിച്ച് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് അന്നും ഇന്നും എന്നും ദൈവവചനം പറയുന്നു. എന്നാൽ തൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പരാജയം, ഒരു വലിയ പാപം കയറി വന്നു. അതിനെക്കുറിച്ച് തനിക്ക് ബോധ്യം വന്ന് താൻ ദൈവസന്നിധിയിൽ അനുദപിക്കുമ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ എഴുതിയിരിക്കുന്ന ഒരു സങ്കീർത്തനമായത്. ഒരു പഴയ നിയമ ഭക്തനായിരുന്നു, ന്യായപ്രമാണത്തിൻ്റെ അടിയിൽ ജീവിച്ച വ്യക്തിയായിരുന്നു എങ്കിലും ദൈവത്തെക്കുറിച്ച് ഹൃദയപ്രകാരം മനസ്സിലാക്കിയ ഒരു ഭക്തനായിരുന്നു ദാവീദ്. പഴയ നിയമത്തിൽ കൃപ എന്ന് പറയുന്ന ഒരു പ്രമാണമില്ല, അതവിടെ പഠിപ്പിച്ചിട്ടില്ല. പാപം ക്ഷമിച്ച് കിട്ടണമെങ്കിൽ അവിടെ രക്തം ചിന്തപ്പെടണം അല്ലേ? അതിൻ്റേതായ അനന്തര ഫലങ്ങൾ ജീവിതത്തിൽ എടുക്കണം. പക്ഷേ ഹി ന്യൂ ഗോഡ്. ക്രൂശിനെ കുറിച്ച്, മശിഹായെ കുറിച്ചൊക്കെ ഉള്ള സങ്കീർത്തനങ്ങൾ ദാവീദ് എഴുതിയിട്ടുണ്ട്. അപ്പം ഇവിടെ പറയുന്നത്, ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാനത് അർപ്പിക്കുമായിരുന്നു. എൻ്റെ പാപം, എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളുടെ മുൻപിൽ എങ്ങനെ ഇതിനെ ഒന്ന് ശരിയാക്കി പോകണം എന്ന് വിചാരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ, ഞാൻ എന്തെങ്കിലുമൊക്കെ അർപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം എന്നിൽ പ്രസാദിക്കുമായിരിക്കും എന്നൊരു കാഴ്ചപ്പാടല്ല ദാവീദിനുള്ളത് അല്ലേ? ഓ ഗോഡ്, യു ഡു നോട്ട് ഡിലൈറ്റ് ഇൻ സാക്രിഫൈസ്. അതൊക്കെ ഒരു നിഴലായി പഴയ നിയമത്തിൽ അങ്ങനെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഹൃദയത്തെ താൻ ഉള്ളതുപോലെ മനസ്സിലാക്കി. നമ്മുടെ ദൈവം ഒരു പിതാവാണ്. ഹീസ് അവർ ഫാദർ. ഒരു പിതാവിൻ്റെ ഹൃദയമാണ് നമ്മുടെ ദൈവത്തിനുള്ളത് അല്ലേ? ഒരു പോലീസുകാരനെ പോലെ, ഒരു ജഡ്ജിയെ പോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അതിന് തക്ക ഒരു ശിക്ഷ നമുക്ക് തരണം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കൈക്കൂലി കൊടുക്കുന്നത് പോലെ താഴെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളിൽ പ്രസാദിക്കുമായിരിക്കും എന്നൊരു ചിത്രമല്ല ദൈവത്തെക്കുറിച്ച് നമുക്കുണ്ടായിരിക്കേണ്ടുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് എന്താണ്? ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാനത് അർപ്പിക്കുമായിരുന്നു. യാഗത്തിൽ നിനക്ക് ഓ നോ. ഇതെല്ലാം ദൈവം തന്നെയാണ് ആവശ്യപ്പെടുന്നത്. പാപത്തിൻ്റെ പരിഹാരമായി ഇതെല്ലാം ചെയ്യണമെന്ന് ദൈവം ആവശ്യപ്പെടുമ്പോൾ തന്നെ ഇതൊന്നുമായിരുന്നില്ല ദൈവത്തിൻ്റെ ഹൃദയം. തൻ്റെ ഏകജാതനായ പുത്രനെ
ഈ ഭൂമിയിലേക്ക് ഒരിക്കൽ എന്നേക്കുമായി നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായി അയക്കുന്നതിൻ്റെ ഒരു നിഴൽ മാത്രമായിരുന്നു നമ്മൾ ഈ കാണുന്നത്. ഈ ദൈവപുത്രനിൽ വിശ്വസിക്കുന്ന ഏവർക്കും തൻ്റെ മക്കൾ ആയിത്തീരുവാനുള്ള അവകാശം സൗജന്യമായി അവർക്ക് കൊടുക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ഹൃദയമാണ്, അതിൻ്റെ നിഴലാണ്. പക്ഷെ നമ്മൾ അത് മനസ്സിലാക്കുന്നില്ല. നമ്മൾ പുതിയ നിയമത്തിൽ വന്നു, കർത്താവ് വന്നിട്ട് ഇത്രയും വർഷങ്ങളായി എങ്കിലും ഗലാത്യ ലേഖനത്തിലൊക്കെ പറയുന്നത് പോലെ അറിയാതെ നമ്മൾ വീണ്ടും ന്യായപ്രമാണത്തിൻ്റെയും പഴയ നിയമത്തിൻ്റെ അങ്ങനെയാണ് നമ്മുടെ ദൈവം എന്ന് വിചാരിച്ചാണ് നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ ദൈവത്തിന് ഇഷ്ടമുള്ളത് എന്താണ്? 17-ാം വാക്യം, ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ, തകർന്നിരിക്കുന്ന മനസ്സ്. എനിക്ക് ഏറ്റവും ആദ്യം ദൈവത്തെക്കുറിച്ച് ദൈവവചനത്തിനകത്തുനിന്ന് ഈ പറയുന്ന പോലെ മർത്തോമ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളാണ് ഞാൻ. അന്നൊക്കെ ഗുഡ് ന്യൂസ് എന്ന് പറയുന്ന അത് ഒത്തിരി എഫക്റ്റീവായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, പല കളറുകളിൽ അവരുടെ പുസ്തകങ്ങൾ കിട്ടുമായിരുന്നു. അതിനകത്തുള്ള ഈ ഗുഡ് ന്യൂസ് ബൈബിളിലുള്ള സ്കെച്ച് ചെയ്ത പടങ്ങളുണ്ടല്ലോ, ഈ ഗുഡ് സമരിറ്റൻ്റെ പടവും അങ്ങനെയൊക്കെ, അതൊക്കെ വെച്ചുള്ള കഥകളും ഞങ്ങളെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ഒത്തിരി ബൈബിൾ വേഴ്സസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, ബൈബിൾ സ്റ്റോറീസ്. സൺഡേ സ്കൂളിൽ എപ്പോഴും ഫസ്റ്റായിരുന്നു. ഇതൊക്കെ ശരിയാണെങ്കിലും കർത്താവുമായിട്ടൊരു എൻകൗണ്ടർ ഇല്ല, കർത്താവുമായിട്ട് നമ്മുടെ ജീവിതം ഏറ്റുമുട്ടുന്നില്ല. ഇതൊക്കെ അറിവുകളായി ഇങ്ങനെ നിൽക്കുന്നെന്നുള്ളതേ ഉള്ളൂ അല്ലേ. ഞാൻ ഇടയ്ക്കൊരു വാക്ക് പറഞ്ഞു പോവുക, നമ്മൾ ചെയ്യുന്ന ഈ എല്ലാ ശുശ്രൂഷകളുടെ നടുവിലും ഈ മക്കളും കർത്താവും തമ്മിൽ ഒരു എൻകൗണ്ടർ ഉണ്ടാകത്തക്കതുപോലെ അതിനുവേണ്ടി ഒരു ചാനലായിട്ട് നിൽക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ്. അപ്പോഴാണ് ജീവിതങ്ങൾ രൂപാന്തരപ്പെടുന്നത് അല്ലേ. അപ്പോൾ എനിക്ക് ദൈവത്തെക്കുറിച്ച് ഈ ഒരു മനസ്സിലാക്കൽ, ദ സാക്രിഫൈസസ് ഓഫ് ഗോഡ് ആർ എ ബ്രോക്കൺ ഹാർട്ട്, ബ്രോക്കൺ സ്പിരിറ്റ് ആൻഡ് എ കൺട്രൈറ്റ് ഹാർട്ട്. ഇത് ദൈവം ഒരിക്കലും നിരസിക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ പാപിയാണ് കർത്താവേ, ഞാൻ അത്രയ്ക്കും ഹോപ്പ്ലെസ് ഒരാളായതുകൊണ്ടാണ് തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് ക്രൂശിൽ മരിക്കുവാൻ ദൈവമേ നിനക്ക് അയക്കേണ്ടി വന്നത്. ഹല്ലേലൂയ. ആ ഒരു മനസ്സിലാക്കൽ നമ്മെ ആഴമായി സ്പർശിക്കുന്ന, ഒരു ജീവിതകാലം മുഴുവൻ കർത്താവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ നമ്മെ ഘടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊന്നും ചെയ്തത് കൊണ്ടല്ല, നമ്മൾ അർഹിക്കുന്നത് കൊണ്ടല്ല, അല്ല, കൃപയാൽ കർത്താവ് നമ്മെ സ്നേഹിച്ചതുകൊണ്ട്, കർത്താവ് നമ്മെ കണ്ടതുകൊണ്ട്. ആമേൻ. നമ്മൾ ആരംഭിക്കുന്നത് അവിടെയാണെങ്കിൽ നമ്മൾ മുൻപോട്ട് തുടർന്നു പോകുന്നതും നമ്മൾ അവസാനിക്കുന്നതും എല്ലാം ഈ ദൈവസ്നേഹത്തിലാണ്. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവം ഒരു നാളിലും നിരസിക്കുകയില്ല. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഇവിടെ ആയിരിക്കുന്ന സഹോദരി സഹോദരങ്ങൾ, പ്രത്യേകിച്ച് ഇന്ന് സഹോദരിമാർക്ക് വേണ്ടിയുള്ള ഒരു മീറ്റിംഗ് ആണല്ലോ അല്ലേ. കർത്താവിൻ്റെ സ്നേഹവുമായി ആഴമായി ബന്ധപ്പെടുവാൻ കർത്താവ് നിങ്ങളെ ഇടയാക്കട്ടെ. ഹല്ലേലൂയ. ഹി ഈസ് ദ ലവർ ഓഫ് യുവർ സോൾ. എൻ്റെ ടെസ്റ്റിമണി അതെല്ലാം പറയാൻ ഇവിടെ സമയമില്ല. നമ്മൾ ഈ ആസാദി ചാനലിൽ എൻ്റെ ടെസ്റ്റിമണി ഉണ്ട്, നിങ്ങൾക്കത് കേൾക്കാം. വളരെ ഒരു വ്യത്യസ്തമായ ഒരു എൻകൗണ്ടറാണ് കർത്താവുമായിട്ട് എനിക്ക് ലഭിച്ചത്. ലൈക്ക് ഞാൻ അന്ന് എനിക്ക് 17-18 വയസ്സേ ഉള്ളൂ. അപ്പോൾ എനിക്കന്നൊരു രോഗമില്ല, ഭാരമില്ല, ആവശ്യങ്ങളില്ല. നമ്മൾ സാധാരണഗതിയിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ആവശ്യങ്ങളുള്ളപ്പോഴാണല്ലോ നമ്മൾ പോകുന്നത്, നമ്മുടെ ആവശ്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ പോകുന്നത്. പക്ഷേ അന്നത്തെ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കർത്താവിൻ്റെ സ്നേഹം, റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മളിലേക്ക് പകരപ്പെട്ടു. എനിക്കന്ന് ഉണ്ടായ എൻകൗണ്ടറിലുള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, നമ്മളിങ്ങനെ ഞാൻ എൻ്റെ സാക്ഷ്യത്തിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഒരു ഗ്ലാസ് ഇങ്ങനെ വെച്ചിട്ട് ഒരു ജഗ്ഗിനകത്തൂടെ വെള്ളം അതിനകത്തേക്ക് നമ്മൾ ഒഴിക്കുമ്പോൾ ആ ഗ്ലാസ്സിന് കപ്പാസിറ്റി കുറവല്ലേ, അത് നിറഞ്ഞ് തുളുമ്പി കവിഞ്ഞ് പുറത്തേക്ക് പോകുന്നത് പോലെ ദൈവസ്നേഹത്തിൻ്റെ ആഴമായ ഒരു പകർച്ച.
അത് ആ ഒരു ഇവൻറ്റിൽ നിന്ന് എനിക്ക് ഇന്നും റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. ഇതിൻ്റെ ഒരു ഈക്വലൻ്റാണ് മത്തായിയുടെ സുവിശേഷത്തിലെ ബിയാറ്റിറ്റ്യൂഡ്സ്, അല്ലെങ്കിൽ അതിൻ്റെ മലയാളം ഗിരിപ്രഭാഷണം എന്നല്ല, ബിയാറ്റിറ്റ്യൂഡ്സ്. ദ ബിയാറ്റിറ്റ്യൂഡ്സ്, അതായത് ഇങ്ങനെ പറയത്തില്ലേ, ആത്മാവിൽ ദാരിദ്ര്യമുള്ളവർ ഭാഗ്യവാന്മാർ. ഗിരിപ്രഭാഷണത്തിൻ്റെ ആരംഭത്തിലാണ് അത് പറയുന്നത്. ബ്ലെസ്സഡ് ആർ ദ പുവർ ഇൻ ദ സ്പിരിറ്റ്, ഫോർ theirs ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ഭാഗ്യാവസ്ഥകൾ. മത്തായി 5 ഗിരിപ്രഭാഷണത്തിനകത്ത് കർത്താവിൻ്റെ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ദ ബിയാറ്റിറ്റ്യൂഡ്സ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഭാഗ്യാവസ്ഥകൾ എന്ന് വിളിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അതിനകത്ത് ഏറ്റവും ആദ്യം അതിൻ്റെ 1, 2 വായിക്കാമോ? ഇംഗ്ലീഷിൽ ഇങ്ങനെ, ഹി ഓപ്പൺഡ് ഹിസ് മൗത്ത്. കർത്താവ് വാ തുറന്ന് ആദ്യം പറഞ്ഞ കാര്യം, അതിനൊരു ഇമ്പോർട്ടൻസ് ഇല്ലേ? ഏറ്റവും ആദ്യം, this is the first thing he said. എന്തോരം കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ കർത്താവ് വാ തുറന്ന് ആദ്യം പറഞ്ഞ കാര്യം എന്താ? 3-ാം വാക്യം. പ്രൈസ് ഗോഡ്. ഇവിടെ ദാരിദ്ര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. ആമേൻ, ആമേൻ. നമ്മൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ എല്ലാം തികഞ്ഞവരായി, വൃത്തിയായി, നല്ലതായി ഒത്തിരി സാധനങ്ങൾ അർപ്പിക്കാൻ കൊണ്ട് ചെന്നാൽ ഒരുപക്ഷെ ദൈവം എന്നിൽ പ്രസാദിക്കുമായിരിക്കും എന്നാ നമ്മൾ പലപ്പോഴും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഒരു ടീച്ചർ ഉണ്ടെങ്കിൽ മാർക്ക് മേടിക്കുന്ന പിള്ളേരെയാണോ ഇഷ്ടം, മാർക്ക് ഇല്ലാത്തവരെയാണോ ഇഷ്ടം? ടീച്ചറിന് ആരെയാണ് ഇഷ്ടം? മിടുക്കര് പിള്ളേരെയാ ടീച്ചറിന് ഇഷ്ടം. അപ്പനമ്മമാരുണ്ടെങ്കിൽ വീട്ടിൽ അനുസരണമുള്ളവരെയാണോ ഇഷ്ടം, അനുസരണം ഇല്ലാത്തവരെയാണോ ഇഷ്ടം? നമ്മൾ വേൾഡിലെ ഒരു സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും നല്ലവരും മിടുക്കരും തികഞ്ഞവരും ഉള്ളവരും മുൻപിൽ നിൽക്കുന്നവരും ആരോഗ്യമുള്ളതും അതിനെയല്ലേ മനുഷ്യരിഷ്ടപ്പെടുന്നത്, അല്ലേ? പക്ഷെ ദിസ് ഈസ് ആൻ അപ്സൈഡ് ഡൗൺ കിങ്ഡം. ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതും ഈ ലോകത്തിൽ നമ്മൾ കാണുന്നതിൻ്റെയും ഇങ്ങനെ ഉൾട്ടായ ഓപ്പോസിറ്റാണ്. ഇവിടെ പറയുന്നത് നോക്കിക്കേ, ആത്മാവിൽ ദരിദ്രരായവർ. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്തുവാ? അവരുടെ കയ്യിൽ ഒന്നുമില്ല, അവരുടെ കയ്യിലൊന്നുമില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അല്ലേ? അവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാ. കാരണം നമ്മുടെ ദൈവം സമ്പന്നനാണ്. ആമേൻ. ദൈവം തരാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വിഷയം ഇത് മേടിക്കാൻ ഇന്ന് ആരുമില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മളെ വേണം, നമ്മുടെ ഹൃദയത്തെ വേണം, നമ്മുടെ സ്നേഹം വേണം കർത്താവിന്. ഹല്ലേലൂയ. ആമേൻ. ബ്ലെസ്സഡ് ആർ ദ പുവർ ഇൻ ദ സ്പിരിറ്റ്. ആ ലിസ്റ്റ് താഴോട്ട് വായിച്ചാൽ നമ്മൾ സാധാരണ കേൾക്കുന്ന ലിസ്റ്റൊന്നുമല്ല. കരയുന്നവർ ഭാഗ്യവാന്മാർ, പിന്നെ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇതൊക്കെ നമ്മളിങ്ങനെയാണോ പഠിച്ചു വെച്ചിരിക്കുന്നത്? നമ്മൾ വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് എത്രയോ വർഷങ്ങളായിട്ട് പോലും ഒരുപക്ഷെ ഇതിനകത്തൊക്കെയാണ് ഭാഗ്യാവസ്ഥ ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ കർത്താവിൻ്റെ ശുശ്രൂഷ അല്ലേ? യേശു കർത്താവ് പറഞ്ഞു, എന്നെ കണ്ടിരിക്കുന്നവൻ ആരെ കണ്ടു? കാരണം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ നമ്മുടെ ദൈവം ആരാണ് എന്ന് നമ്മൾ അറിയണം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആകത്തുക അതാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് എന്തായിരിക്കുന്നു നിത്യജീവൻ? വാട്ട് ഈസ് ഇറ്റേണൽ ലൈഫ്? എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? ദ വൺ നോയിങ് ഗോഡ്, ദാറ്റ് ഈസ് ഇറ്റേണൽ ലൈഫ്. അല്ലേ? ഈ ദൈവത്തെ അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ.
നോയിങ് ഗോഡ് ഈസ് ഇറ്റേണൽ ലൈഫ്. ദൈവത്തെ അറിയണം. അതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിളി. അപ്പൊ ദൈവം ആരായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിലും ഭാഷയിലും രൂപത്തിലും ഈ ഭൂമിയിൽ പ്രകടിപ്പിച്ചത് ദൈവത്തിൻ്റെ പുത്രനാണ്. ആമേൻ. നമ്മളെ പോലെ തന്നെ ഒരു മനുഷ്യനായി ഈ ജഡത്തിൽ ഈ ഭൂമിയിൽ വന്ന് നമ്മളെ പോലുള്ള മനുഷ്യരുടെ നടുവിൽ ജീവിച്ച് സഞ്ചരിച്ച് ശുശ്രൂഷിച്ച യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുമ്പോഴാണ് നമ്മുടെ ദൈവം ആരാണെന്ന് നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. അത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫൗണ്ടേഷനാണ് ആ ഒരു സംഗതി. ഈവൺ വുമൺഹുഡ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു ടോപ്പിക്കാണത്, ബിബ്ലിക്കൽ വുമൺഹുഡ്. ഞാൻ ഈ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ജനിച്ച് വളർന്നത് കൊണ്ട് ഒരു വളരെ ഫെമിനിസ്റ്റ് ചിന്താഗതിയിൽ മുമ്പോട്ട് വന്ന ഒരാൾ. ഞങ്ങൾ 3 പേരാ സഹോദരങ്ങൾ, ബ്രദറും ചേച്ചിയും ഞാനും. ഞാൻ വീടിനകത്ത് വരെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. കാരണം എൻ്റെ ബ്രദറിന് കുറച്ചും കൂടെ നല്ല സംഗതികൾ കൊടുത്തു കഴിഞ്ഞാൽ, ഏറ്റവും സിമ്പിൾ ഒരു കാര്യം, ഈ മീൻ വറക്കുമ്പം അതിൻ്റെ ഏറ്റവും നല്ലതും വലിപ്പമുള്ള കഷ്ണം ആർക്ക് കൊടുക്കുന്നു? അതെൻ്റെ ബ്രദറിന് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു, അതൊരു ജെൻഡർ ബയസാണ് എന്ന് പറഞ്ഞ് ഞാൻ മമ്മിയോട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മളങ്ങനെ ചിന്തിക്കുന്നത്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ സ്ത്രീകളെ ഇങ്ങനെ അടിച്ചമർത്തിയിട്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ അത് നമ്മൾ ഒത്തിരി വികാരങ്ങളുണ്ടാക്കും. എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ്, അതിൻ്റെതായ ഒത്തിരി പ്രവണതകളൊക്കെ എനിക്കുണ്ടായിരുന്നു, പക്ഷേ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് കർത്താവിനെ ഞാൻ മനസ്സിലാക്കി ദൈവവചനത്തിലേക്ക് കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോഴാണ് വുമൺഹുഡിനെ കുറിച്ച്, അല്ലെ, ഫാമിലിയെ കുറിച്ചൊക്കെ ഉള്ള ഒരു കാഴ്ചപ്പാട് എൻ്റെ ഹൃദയത്തിലേക്ക് വാസ്തവമായി ലഭിക്കുവാനിടയായി തീർന്നത്. സ്ത്രീകളെ അത്രമാത്രം ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടി, അല്ലേ, അവർക്ക് ആ മാനം കൊടുത്ത യേശുവിനെ പോലൊരു ചരിത്ര പുരുഷൻ വേറെ ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. He was the greatest advocate and emancipator of women. കർത്താവുമായിട്ട് ഈ ഒരു ബന്ധത്തിലേക്ക് വരുമ്പോൾ എൻ്റെ രക്ഷിതാവായിട്ട് മാത്രമല്ല, എൻ്റെ കർത്താവായിട്ടും കൂടെ ഞാൻ സ്വീകരിച്ചു. ഹല്ലേലൂയ. കർത്താവായി യേശുവിനെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഒരു വലിയ സ്റ്റെപ്പാണ്. യേശു നമ്മളെ ഒരുപക്ഷെ നമ്മുടെ രക്ഷിതാവും സൗഖ്യദായകനും വിടുവിക്കുന്നവനുമായി നമ്മൾ സ്വീകരിച്ച് കാണും. പക്ഷെ യേശു എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവാണോ എന്നുവെച്ചാൽ, നമ്മൾ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകുവാണെങ്കിൽ അതിൻ്റെ ഡ്രൈവർ സീറ്റിൽ നിന്ന് മാറി അപ്പുറത്തിരുന്ന് യേശുവിനെ അവിടെ ഇരുത്തുക, അതാണ് യേശു നമ്മുടെ കർത്താവായി മാറി എന്ന് നമുക്ക്. കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ മാത്രം, അങ്ങാണ് എൻ്റെ യജമാനൻ, അങ്ങ് പറയുന്നത് പോലെ മാത്രം എനിക്ക് മതി. അങ്ങനെ ദൈവവചനത്തോടുള്ള ഒരു കീഴ്പ്പെടലിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള വലിയ ഭാഗ്യം എൻ്റെ ജീവിതത്തിലുണ്ടായി. ഈ യേശുവിനെ നോക്കുമ്പോൾ കർത്താവിൻ്റെ ഈ ഭൂമിയിലുള്ള ഷോർട്ട് ലൈഫ്, കർത്താവ് എത്ര വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു? ഞാനതെപ്പോഴും ഓർക്കും. അത്രയും മതിയായിരുന്നോ? കർത്താവ് ഒരു 10-80 വയസ്സ് വരെ ജീവിച്ചായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു? നമ്മളെല്ലാം ദീർഘായുസ് ആഗ്രഹിക്കുന്നവരാണ്. നമ്മളാരും മരിക്കാൻ റെഡിയല്ല. അത് ദൈവത്തിൻ്റെ ഹിതമാണ്. ദീർഘായുസ് തന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. പക്ഷേ കർത്താവിന് എത്ര വർഷം മതിയായിരുന്നു മിഷൻ പൂർത്തീകരിച്ചു പോകാൻ? അത്രയും മതിയായിരുന്നു. അപ്പോൾ ഒരുപാട് വർഷങ്ങൾ ജീവിക്കുന്നത് കൊണ്ടല്ല, ജീവിക്കുന്ന വർഷങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കർത്താവ് കുറേ വർഷം കൂടെ അങ്ങ് ജീവിച്ചായിരുന്നെങ്കിൽ എത്ര രോഗികളും കൂടെ സൗഖ്യമായേനേയും, എത്ര പേർക്കൂടെ അനുഗ്രഹമായേനേയും. പക്ഷേ പെട്ടെന്ന് തൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് കർത്താവ് പോയി.
ആ യേശു കർത്താവിൻ്റെ ഈ ഭൂമിയിലുള്ള ജീവിതം നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അത് പഠിച്ചു കഴിഞ്ഞാൽ, അത് ധ്യാനിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ ആയിരിക്കുന്നത് പോലെ കാണുവാനും മനസ്സിലാക്കുവാനും നമുക്ക് കഴിയും. ഹല്ലേലൂയ. കർത്താവിൻ്റെ സമീപനങ്ങൾ, സ്തോത്രം. കർത്താവ് വളർന്നു വന്ന പ്രായമല്ലേ, ഇതൊരു ചിൽഡ്രൻസ് മിനിസ്ട്രി ആയതുകൊണ്ട് ഞാനത് എടുത്തു പറയുക. ഹി ഗ്രൂ അപ്പ് ഇൻ വിസ്ഡം ആൻഡ് സ്റ്റേച്ചർ ബോത്ത് വിത്ത് ഗോഡ് ആൻഡ് വിത്ത് മാൻ. കർത്താവിൻ്റെ ആ 30 വയസ്സ് വരെയുള്ള ആ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് ഉൾക്കാഴ്ചകൾ നമുക്ക് ലഭിക്കുന്നില്ല എങ്കിലും ദൈവത്തോടും മനുഷ്യനോടുമുള്ള ബന്ധത്തിൽ താൻ ആ പരിജ്ഞാനത്തിൽ വളർന്നു വന്നു. മാതാപിതാക്കളോട് കീഴ്പ്പെട്ട് താൻ ജീവിച്ചു. വചനത്തിൻ്റെ അറിവിൽ കർത്താവ് ഒരു 12 വയസ്സായപ്പോഴത്തേക്കിനും തിരുവെഴുത്തുകളെക്കുറിച്ചുള്ള ആഴമായ ഒരു മനസ്സിലാക്കൽ കർത്താവിൻ്റെ ഹൃദയത്തിനകത്ത് ഉണ്ടായിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ കിഡ്സിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്ന മിനിസ്ട്രി ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ എനിക്ക് സമയം കിട്ടിയില്ല. ബട്ട് ഐ സോ ഓണർ ദ വർക്ക് ദാറ്റ് യു ആർ ഡൂയിങ്. പ്രൈസ് ഗോഡ്. നിത്യതയിൽ മാത്രമായിരിക്കും അതെത്ര ഒരു ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ എത്രയോ ജീവിതങ്ങളിൽ വിതയ്ക്കുവാനിടയായത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പം കർത്താവിനെ നമ്മൾ നോക്കുമ്പോൾ ഹി വാസ് എ ഫ്രണ്ട് ഓഫ് സിന്നേഴ്സ്. നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ പുത്രൻ ഈ ഭൂമിയിൽ വന്ന് ജീവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് സങ്കല്പിക്കുന്നത് പോലെ ഒരു ജീവിതമായിരുന്നില്ല യേശുവിൻ്റെ ശുശ്രൂഷ തുടങ്ങിക്കഴിയുമ്പോൾ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് പരീശന്മാർക്ക് ഒരിക്കലും യേശുവിനെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവർ ചിന്തിച്ചതുപോലെ, അവരുടെ സങ്കല്പത്തിൽ ഉണ്ടായിരുന്നത് പോലെയുള്ള അവരുടെ ട്രഡീഷൻ വെച്ച്, അവരുടെ കാൽക്കുലേഷൻ വെച്ച് അവർ ചിന്തിച്ചതുപോലെ ഒരു വ്യക്തിത്വമായിരുന്നില്ല യേശു. യോഹന്നാൻ സ്നാപകന്റെ കാൽക്കുലേഷൻ പോലും തെറ്റിപ്പോയി. കർത്താവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, കർത്താവിൻ്റെ ശുശ്രൂഷയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാൻ, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ദൈവം ഉപയോഗിച്ച ആ ശബ്ദമായിരുന്നു യോഹന്നാൻ. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ യോഹന്നാന് പോലും ഇടർച്ച വന്നുപോയി. കാരണം അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തതുപോലെ ആയിരുന്നില്ല യേശുവും തൻ്റെ ശിഷ്യന്മാരുടെയും ശുശ്രൂഷ വെളിപ്പെട്ടത്. ഹല്ലേലൂയ. ഹി വാസ് എ ഫ്രണ്ട് ഓഫ് സിന്നേഴ്സ്. പരീശന്മാരുടെ അടുത്തോട്ട് അടുക്കാൻ പറ്റുമോ? സാധാരണ ജനത്തിന് അടുക്കാൻ പറ്റത്തില്ലായിരുന്നു. എത്രയോ അവർക്കെല്ലാം അറിയാം. ഈ ന്യായപ്രമാണം മുഴുവൻ അരച്ച് കലക്കി കുടിച്ചവർ ഏത് വചനം ചോദിച്ചാലും അവർക്ക് അറിയാം, ഏത് റെഫറൻസ് ചോദിച്ചാലും അവർക്ക് അറിയാം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ കണ്ടെത്തുമെന്ന് വിചാരിച്ച് നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, എന്നാൽ ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. അവർക്കെല്ലാം അറിയാം, പക്ഷെ ജീവനില്ല. എന്നാൽ കർത്താവിൻ്റെ ശുശ്രൂഷ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്താ, ആ പട്ടണത്തിൽ ആർക്കും വേണ്ടാത്തവർ, എല്ലാവരും തള്ളിയിട്ടിരുന്നവർ, എല്ലാവരും പാപികളെന്ന് ലേബല് കൊടുത്തവർ, ആർക്കും തൊടാൻ ഇഷ്ടമില്ലാത്തവർ, ആരും സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത ആ ഒരു കൂട്ടമാണ് ഓടി യേശുവിൻ്റെ അടുക്കലേക്ക് കൂടിയത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇത് ഓരോന്നും എടുത്തു വെച്ച് മണിക്കൂറുകൾ സംസാരിക്കാൻ എനിക്കിഷ്ടമാണ്. എത്രയോ അങ്ങനത്തെ അക്കൗണ്ടുകൾ പറയും. പാപിനിയായ സ്ത്രീയെ, ഒരു വ്യഭിചാരിണിയെ ഇവരെല്ലാം കൂടെ പിടിച്ചോണ്ട് വന്നു. അവിടെ എല്ലാം നമ്മൾ ദൈവത്തിൻ്റെ ഹൃദയത്തെയാണ് നമ്മൾ കാണുന്നത്, അല്ലേ? അവള് പാപം ചെയ്യാതെ, അവളെ ആരും തെറ്റിദ്ധരിച്ചതൊന്നുമല്ല, അവള് ശരിക്കും വ്യഭിചാരിണി തന്നെയായിരുന്നു. ആൻഡ് ഷീ വാസ് കോട്ട് ഇൻ ദ ആക്ട് ഓഫ് അഡൾട്ടറി. അവളെ പിടിച്ചോണ്ട് വന്നു, യേശുവിൻ്റെ മുൻപിൽ നിർത്തിയിട്ട് പറഞ്ഞു, എന്താ ഇവള് മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ഇവളെ എന്ത് ചെയ്യണം? കല്ലെറിഞ്ഞ്. അവർ പറഞ്ഞത് ശരിയാണോ? ശരിയാണ്. അവർക്ക് ആ വചനം കറക്റ്റായിട്ട് അറിയാം.
പക്ഷെ അതിൻ്റെ പിന്നിലുള്ള ദൈവത്തെ അവരറിഞ്ഞില്ല, ദൈവത്തിൻ്റെ ഹൃദയത്തെ അവരറിഞ്ഞില്ല. അവർ പറഞ്ഞ് വചനമൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ നിൽക്കുക. ഇനിയിപ്പോൾ ഒരു കുസൃതി ചോദ്യം, ഇനിയിപ്പോൾ യേശു എന്തായിരിക്കും ചെയ്യുന്നത്? അപ്പം കർത്താവ് എന്ത് പറഞ്ഞു? അതിനെ നമ്മുടെ മനസ്സിലൊന്ന്, ഇന്ന് സഹോദരിമാരോട് എനിക്ക് ഒത്തിരി ഒന്നും നിങ്ങളോട് മണിക്കൂറുകളും പറഞ്ഞാലും തീരുകയല്ല. പക്ഷെ ഞാനിങ്ങനെ ഹുക്ക് ചെയ്യും, ഇതിങ്ങനെ സങ്കല്പിക്കണം. നിങ്ങളുടെ ദൈവത്തെ അറിയാൻ അത് സഹായിക്കും. യേശു പറഞ്ഞു, എന്നെ കണ്ടിരിക്കുന്നവൻ ഇതാണ്. നിങ്ങൾ സങ്കല്പിച്ചു പോവരുത് ദൈവം ഇങ്ങനെയാ. നിങ്ങളുടെ ട്രഡീഷൻ പഠിപ്പിച്ച ഒരു ദൈവത്തെ അല്ല നിങ്ങൾ കാണേണ്ടുന്നത്. സാക്ഷാൽ ദൈവവചനം എന്ന് പറയുന്നതാണ് യേശു. ആ കർത്താവിനെ ഉറ്റുനോക്കിയാൽ, സ്തോത്രം, ഏറ്റവും ആദ്യം വചനത്തിൽ ഉറ്റുനോക്കണം. പിന്നീട് അതൊരു ആത്മീയ അനുഭവമാണ്. ഒരു തിരശീല, ദൈവവും നമ്മളും തമ്മിൽ വേർപിരിക്കുന്നത് പോലെയുള്ള തിരശീല യേശുക്രിസ്തുവിൻ്റെ യാഗം മുഖാന്തരം നീങ്ങിപ്പോയിരിക്കുന്നു. മൂടുപടമില്ലാത്ത മുഖത്ത്, അല്ലേ? 2 കൊരിന്ത്യർ 3:18 പറയുന്നത് പോലെ ഇന്നിപ്പോൾ ഒരു മൂടുപടമില്ല. മോശ ദൈവത്തോട് മുഖാമുഖം സംസാരിച്ചതുപോലെ ഇന്ന് വീണ്ടും ജനിച്ച ഏത് വിശ്വാസിക്കും പരിശുദ്ധാത്മാവിനാൽ ദൈവത്തോട് അതേ നിലവാരത്തിലുള്ള ഇൻറ്റിമസി പുലർത്തുവാനായിട്ട് കഴിയും. ദൈവത്തോടു കൂടെ നടക്കാൻ കഴിയും. ഹാനോക്ക് നടന്നതുപോലെ നടക്കുവാൻ കഴിയും. മോശ ദൈവത്തോട് സംസാരിച്ചതുപോലെ മുഖാമുഖം ഒരു സുഹൃത്ത് സംസാരിക്കുന്നത് പോലെ ഒരു പഴയ നിയമ ഭക്തൻ അത് സാധ്യമായിരുന്നു എങ്കിൽ പുതിയ നിയമത്തിൽ ജീവിക്കുന്ന യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട ഒരു പുതിയ നിയമ വിശ്വാസിക്ക് എത്രയധികം നാം ഇനി ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല ദൈവമക്കളെ. ന്യായപ്രമാണത്തെ പൂർത്തീകരിക്കുവാൻ നമ്മെ ശക്തിപ്പെടുത്തുന്ന കൃപയ്ക്കത്രേ നാം അധീനരായി ജീവിക്കുന്നു. ഹല്ലേലൂയ. ഞാനത് ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. കർത്താവേ സ്തോത്രം, സഹായിക്കണമേ. ആ സ്ത്രീയെ പിടിച്ച് അവിടെ കൊണ്ട് നിർത്തി. അവളുടെ ഒരു മാനസിക അവസ്ഥ ഒന്നാലോചിച്ചു. എന്തുമാത്രം നിന്നയും, ഓൾറെഡി പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഭയങ്കരമായ ഗിൽറ്റ് ഫീലിംഗ് ആണല്ലോ. ആരും പറഞ്ഞില്ലെങ്കിൽ തന്നെ ആ വ്യക്തിയുടെ ഉള്ളിൽ എന്തുമാത്രം പ്രയാസമാണ്. അത് പോരാഞ്ഞിട്ട് ഇത്രയും ഒരു പബ്ലിക് സ്പെക്ടക്കിളായി നമ്മുടെ പാപം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു, പക്ഷെ കർത്താവ് അപ്പം എന്താ പറഞ്ഞത്? നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യത്തെ കല്ലെറിയാൻ ഒരു യോഗ്യത വേണമല്ലോ. ശരിക്കും അവളെ കല്ലെറിയാൻ യോഗ്യത ആർക്കുണ്ടായിരുന്നു? അവിടെ ആർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? യേശു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മളെ കല്ലെറിയുന്ന ഒരു ദൈവമല്ല. ആമേൻ. നമ്മുടെ അവസ്ഥകൾക്ക് നമുക്കൊരിക്കലും വ്യത്യാസം വരുത്തുവാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കി അതിക്രമത്തിലും പാപത്തിലും മരിച്ചവരായ നമ്മെ ക്രിസ്തു മുഖാന്തരം ജീവിപ്പിച്ചു. ആ സ്നേഹം എത്ര വലുതാ! കർത്താവേ, എന്നെക്കൊണ്ട് ഒന്നും കഴിയത്തില്ല എന്ന് പറഞ്ഞ്, അല്ലേ, ആ മുടിയനായ പുത്രൻ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ തകർച്ചയുടെ നടുവിലും, ഞാനതിനെ അങ്ങനെയായപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹവുമായിട്ട് നമ്മൾ ഹുക്ഡ് ആവണം. അതാ നമ്മളെ കർത്താവിൽ പിടിച്ചു നിർത്തുന്നത്, അല്ലേ? ഇതുപോലെ സഹോദരിമാരുടെ എന്നിട്ട് കർത്താവ് എന്നാ ശരി, ഇനിയും പോയി നീ പാപം ചെയ്തോന്നല്ല പറഞ്ഞത്. ഇങ്ങനെ ദൈവസ്നേഹം അനുഭവിച്ച്, ആ അംഗീകാരം അനുഭവിച്ച്, സകല മനുഷ്യരും തിരസ്കരിക്കുന്നിടത്തും നമ്മെ ആയിരിക്കുന്നത് പോലെ ചേർത്ത് പിടിക്കുന്ന ആ സ്നേഹം നാം അനുഭവിച്ച് കഴിയുമ്പോൾ പിന്നീട് നമ്മൾ പാപജീവിതത്തിലേക്ക് പോവത്തില്ല. ഇനി നീ മേലാൽ അത് ചെയ്യരുതെന്നുള്ള ഒരു ചെറിയ വാക്ക് ഒരു ജീവിതകാലം നമ്മെ പിടിച്ചു നിർത്തും. കാരണം ഈ സ്നേഹം ഒരു കാരണവശാലും എനിക്ക് നഷ്ടപ്പെടരുത് എന്നുള്ളതാണ് എൻ്റെ മോട്ടിവേഷൻ. ആൾക്കാരെന്നെ കുറിച്ച് നല്ലത് പറയണമെന്നോ, അല്ലേ, എനിക്ക് സമൂഹത്തിൽ മാനവും ബഹുമാനവും കിട്ടണമെന്നുള്ളതല്ല.
അയ്യോ, ഞാൻ ആയിരിക്കുന്നത് പോലെ എന്നെ കണ്ടെത്തി, എന്നെ ചേർത്ത് പിടിച്ച്, എന്നെ സ്നേഹിച്ച്, എനിക്ക് മാനം തന്ന്, എനിക്ക് പേര് തന്ന ഈ സ്നേഹം ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നഷ്ടമാവരുത്. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവ് പറയുന്നത് പോലെ എനിക്ക് ജീവിക്കണം. ആമേൻ, 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 ഹല്ലേലൂയ. ഇതുപോലെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് നോക്കണം. മണിക്കൂറുകൾ മാർത്തയുടെയും മറിയയുടെയും അല്ലേ സഹോദരിമാരെക്കുറിച്ചാണ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ മിനിസ്ട്രി ടീമിൽ സഹോദരിമാരുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ കാലത്ത് തന്നെ. പ്രൈസ് ഗോഡ്. എൻ്റെ ഒരു വലിയൊരു മെസ്സേജാണ് കർത്താവിനെ തൊട്ട സ്ത്രീകളും കർത്താവ് തൊട്ട സ്ത്രീകളും. അതിങ്ങനെ ഓരോന്നെടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊരു കറക്റ്റ് പിക്ചർ കിട്ടും. പിന്നെ നമ്മൾ ഫെമിനിസത്തിൻ്റെ പുറകിലൊന്നും പോവണ്ട. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഭയങ്കര കർത്താവിൻ്റെ സ്നേഹത്തിലാണ് നമുക്ക് നമ്മളെ തന്നെ കണ്ടെത്താൻ കഴിയുന്നത്. അവിടെ പിന്നെ കോമ്പറ്റീഷനൊന്നും പോവണ്ട. ആരുമായിട്ടും ഇവരെക്കാട്ടി നല്ലവരാ നമ്മളെന്ന് കർത്താവ് നമുക്ക് തരുന്ന ആ ഒരു സ്ഥാനം ഏറ്റെടുത്ത് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ആ പ്രേരണ നമ്മുടെ ജീവിതത്തിൽ മതി മതി മതി. മാർത്തയുടെയും മറിയയുടെയും നമുക്കറിയാം അല്ലേ. നമ്മൾ പല സഹോദരിമാരും മാർത്തയെ പോലെയാണ്. കാരണം ജോലി ചെയ്യണ്ടേ, ചെയ്ത് തീർക്കണ്ടേ, ഫുഡ് ഉണ്ടാക്കണ്ടേ, സൽക്കരിക്കണ്ടേ, അതാര് ചെയ്യും എന്നൊരു ചിന്തയ്ക്കകത്ത് വലഞ്ഞ് അത് ചെയ്യരുതെന്നല്ല. ഞാനിങ്ങനെ ഓർക്കും, കർത്താവ് ഫുഡ് വേണ്ടാന്ന് പറഞ്ഞില്ല. അപ്പോൾ ആരെങ്കിലും ഉണ്ടാക്കണ്ടേ? ഉണ്ടാക്കണം. പക്ഷേ എന്താ കർത്താവിൻ്റെ ഹൃദയത്തിൽ മുന്നിട്ട് ഈ ഓരോ കാര്യങ്ങൾ വായിക്കുമ്പോൾ ഒരു സ്റ്റോറി വായിച്ചു, ഇനി ഇതിനകത്തുനിന്ന് കുറേ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. കർത്താവിൻ്റെ ഹൃദയം എങ്ങനെയായിരുന്നു? ഇവരിങ്ങനെ പറഞ്ഞപ്പോൾ കർത്താവ് എങ്ങനെ പറഞ്ഞു? അപ്പോൾ അതിനകത്ത് ഒരു സഹോദരി എന്താ ഓടിപ്പോയി ഇവളെന്തോ എടുത്തു, കർത്താവിൻ്റെ. വേറൊരാൾ ഓടി അടുക്കളയിലോട്ട് കയറി. കാരണം കർത്താവ് തന്നെയാണോ? കർത്താവിൻ്റെ ശിഷ്യന്മാർ ആണുങ്ങൾ കുറേ പേര് വീട്ടിൽ കയറി വന്ന ഇവർക്കൊക്കെ വല്ലതും ഉണ്ടാക്കണമെങ്കിൽ അത് എളുപ്പമാണോ? പക്ഷേ അവിടെയും നമ്മൾ യേശുവിൻ്റെ ഹൃദയമാണ് കാണുന്നത്. കർത്താവ് നമ്മൾ കർത്താവിന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ശുശ്രൂഷകളൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് ഇൻ അവർ ലൈഫ്. ആമേൻ. അവൾ ഓടിപ്പോയി കർത്താവിൻ്റെ കാൽക്കലിരുന്ന് ഇങ്ങനെ കർത്താവിനെ നോക്കി പറയാനുള്ളത് പറഞ്ഞ് കേൾക്കാനുള്ളത് കേൾക്കുക. അപ്പോൾ എന്തു പറഞ്ഞു? മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രൈസ് ഗോഡ് അല്ലേ. എന്നെ കേൾക്കുന്ന സഹോദരിമാർ, നമ്മൾ ജോലി ചെയ്യരുതെന്നല്ല, നമ്മൾ ചെയ്തില്ലേ പിന്നെ ആര് ചെയ്യും? പക്ഷേ ഒന്നാമത്തെ കൽപ്പന ഒന്നാമത്തേത് തന്നെയാണ്. അതെന്താണ്? ഏറ്റവും വലിയ കൽപ്പന എന്താണ്? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും. അത് എനിക്കിപ്പോൾ അത് പറഞ്ഞ് വിവരിക്കാൻ സമയമില്ല. മത്തായിയുടെ സുവിശേഷം 22 തോന്നുന്നു അത് പറഞ്ഞിരിക്കുന്നത്. എന്നും അത് ഓർക്കണം. കൽപ്പനകളിൽ ഒന്നാമതെന്നും 22:34 മുതൽ കൽപ്പനകളിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഒരെണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്, ഒരെണ്ണം അല്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. എന്നാലും അതിനകത്ത് ഒന്നാമത്തേതെന്ന് പറയാനും ഏറ്റവും വലുതെന്ന് പറയാനുമുള്ള സംഗതികളുണ്ട്. അത് വായിക്കാമോ? 22. യെസ്, ഒന്നാമത്തെ കൽപ്പന ഇതാ. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു കാര്യം ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതൊന്നാമത്തേത്. ദാറ്റ് ഈസ് ദ തിങ് യു ഹാവ് ടു ഡു ഫസ്റ്റ്. ലവ് ദ ലോർഡ് യുവർ ഗോഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്, വിത്ത് ഓൾ യുവർ മൈൻഡ്. പ്രൈസ് ഗോഡ്.
അല്ലേ? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, അല്ലേ? അങ്ങനെ നിങ്ങൾ ഈ കർത്താവിനെ സ്നേഹിക്കണം. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഇതുപോലുള്ള ഓരോ അക്കൗണ്ടുകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ആ പാപിനിയായ സ്ത്രീ വന്ന് കർത്താവിനെ ആരാധിക്കുന്നത്, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ചില ഭാഗങ്ങളാണ് അതൊക്കെ. അവള് ശരിക്കും ഷീസ് എ സിന്നർ വുമൺ. അവരുടെ പേര് പറയുന്നില്ല, അവരുടെ പട്ടണം അറിയുന്നത് തന്നെ എങ്ങനെയാണ്? അവരൊരു പാപിനിയായ സ്ത്രീയാണ്. ഈ തൈലം കൊണ്ട് വരുന്ന ആ സ്ത്രീ, താങ്ക് യു, തൈലം കൊണ്ട് വരുന്ന സ്ത്രീ ഇല്ലേ, യേശുവിൻ്റെ കാൽക്കൽ, അത് പ്രൈസ് ഗോഡ്, അവരെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അതൊരു ഭയങ്കരമായ ഒരു അക്കൗണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ റെഫറൻസുകളിലേക്ക് പോകുന്നില്ല, നമുക്ക് സമയം അങ്ങ് പോകുമല്ലോ എന്ന് വിചാരിച്ച്. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അപ്പം ഇന്നത്തെ കാലഘട്ടമല്ല, അന്നത്തെ കാലമാണ്. ഒരു സ്ത്രീക്ക് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഒരു ജൂയിഷ് കസ്റ്റമിൽ ഈ സഹോദരന്മാരൊക്കെ ഇരിക്കുന്നിടത്ത് ഇങ്ങനെ ചുമ്മാ ഇറങ്ങി വരാനൊന്നും പറ്റത്തില്ല. അപ്പം എന്താ, ഒരു വീട്ടിൽ യേശുവും ശിഷ്യന്മാരും ഉണ്ടെന്നറിഞ്ഞ് അന്വേഷിച്ച് ഒരു വർഷം മുഴുവൻ അധ്വാനിച്ചത്, അതും അവളുടെ അധ്വാന മാർഗം എന്താണെന്നറിയാമല്ലോ. അങ്ങനെ അധ്വാനിച്ച് ഒരു വർഷം ഉണ്ടാക്കിയ സമ്പത്ത് കൊണ്ട് അവൾ ഈ ഇത് മേടിച്ചു, തൈലം മേടിച്ചു, അലബാസ്റ്റർ ബോക്സ് ഓഫ് പെർഫ്യൂം, വെരി കോസ്റ്റ്ലി. ഇന്നത്തെ അതിൻ്റെ ഒരു ഡോളേഴ്സ് വെച്ച് പറഞ്ഞാൽ ഒരു ഹ്യൂജ് എമൗണ്ട് കൊടുത്ത് മേടിച്ച സാധനമാണ്. പക്ഷെ അവൾക്ക് യേശുവിനോടുള്ള സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമാണ്. ഹല്ലേലൂയ. അവൾക്കൊരു പേരുണ്ട് ആ പട്ടണത്തിൽ. എല്ലാവർക്കും അവൾ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് അറിയാം. എത്ര ശ്രമിച്ചാലും അത് മായ്ക്കാൻ കഴിയാത്തതുപോലെ ഒരു ലേബൽ അവൾക്ക് കിട്ടിയവളാണ്. പക്ഷേ എവിടെയോ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചൊരു അവളുടെ ഹൃദയത്തിലൊരു ബോധ്യമുണ്ടായി. അവൾ ഓടിപ്പോയി, വേറെ ആരെന്ത് ചിന്തിക്കുന്നു എന്നൊന്നും കാണാതെ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് ആ തൈലം പൊട്ടിച്ച് കർത്താവിൻ്റെ കാൽക്കൽ അത് പൂശി മുടി വെച്ച് തുടച്ച്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മുടെ ഇന്നത്തെ ഒരു അതൊന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. ഇപ്പോഴത്തെ ഒരു കാലമല്ലത്. ഈ ശിഷ്യന്മാരെല്ലാം ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ പോയി കർത്താവിനെ ഉന്നമാക്കി അവിടെ പോയി ആ കാൽക്കൽ അവിടെ ഇരുന്ന് അവളത് ആരെയും മൈൻഡ് ചെയ്യാതെ അവളുടെ ആരാധന, അവളുടെ സ്നേഹത്തിൻ്റെ ആഴമായ ഒരു പ്രകടനം. അപ്പോൾ ശിഷ്യന്മാർക്ക് ഇത് കണ്ട ഉടനെ അത് ആസ് യൂഷ്വൽ അവർക്കിത് പിടിച്ചില്ല. ഇത് ഭയങ്കര ഓവറാണല്ലോ, ഇത് ഭയങ്കര അൺഡിഗ്നിഫൈഡ് ആണല്ലോ എന്നൊരു നോട്ടം ഹൃദയത്തിൽ ചില ചിന്തകൾ വന്നപ്പോൾ തന്നെ, ആ ഭാഗം നിങ്ങൾ വായിച്ചാൽ മതി. യേശു പറഞ്ഞു, ഇവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് യേശു പറഞ്ഞു, നോ, ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എൻ്റെ കാല് കഴുകിയില്ല. അപ്പം അത് കഴുകണമെന്നും യേശുവിനോട് അങ്ങനെയുള്ള ഭക്തിയുടെയും സ്നേഹത്തിൻ്റെയും പ്രകടനങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് യേശു ആഗ്രഹിച്ചു. നിങ്ങളെൻ്റെ കാല് കഴുകിയില്ല, നീ എന്നെ ചുംബിച്ചില്ല, നീ എന്നെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തില്ല. എന്നാൽ ഇവളോ, അധികം ക്ഷമിച്ചു കിട്ടിയവൾ അധികം സ്നേഹിക്കുന്നു. എവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെടുമോ അവിടെയെല്ലാം ഇവൾ എനിക്ക് വേണ്ടി ചെയ്തതും അത് പറയപ്പെടും എന്ന് യേശു അവളെ അഭിനന്ദിച്ച് അവളെക്കുറിച്ച് പറയുകയാണ്. ഹല്ലേലൂയ. ഞാനിതൊക്കെ ഒത്തിരി ചിന്തിച്ചിട്ടുണ്ട്. ഇത്രയും അധികം വചനമറിയാവുന്ന പരീശന്മാരും ശിഷ്യന്മാർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്തത് പാപിനിയായ ഈ സ്ത്രീയുടെ ആരാധനയെക്കുറിച്ച് യേശു ഒരു സാക്ഷ്യം പറയുവാനിടയായി. നിങ്ങളോ ഞാനോ ഏതെങ്കിലും ഒരു ചർച്ചിലെ പാസ്റ്റർ പറഞ്ഞ ഒരു സാക്ഷ്യമല്ല, യേശു കർത്താവ് തന്നെ ഈ സഹോദരിയെക്കുറിച്ച് പറയുന്ന ഒരു സാക്ഷ്യമാണ്. പ്രൈസ് ഗോഡ്.
നമ്മുടെ ദൈവത്തിൻ്റെ ഹൃദയത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ബാഹ്യമായ കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ കാണിക്കുന്ന പ്രകടനങ്ങളല്ല, നമ്മുടെ സ്ഥാനമാനങ്ങളല്ല, മറ്റുള്ളവർ നമ്മെക്കുറിച്ച് പറയുന്നതല്ല, നമ്മുടെ ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവം അത്രേ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അതുപോലെ രക്തസ്രാവക്കാരിയായ സ്ത്രീ, ഒരുപാട് കാര്യങ്ങൾ സഹോദരിമാരെ കുറിച്ചാണ് പറയാനുള്ളത്. ഒത്തിരി സഹോദരിമാരെന്നോട്, പ്രത്യേകിച്ച് ഞാൻ ഈ പ്രൊഫഷനിലും കൂടെ ആയതുകൊണ്ട് എന്നോട് ചോദിക്കാറുണ്ട്, അവർക്ക് പീരിയഡ്സ് വരുന്നു അല്ലേ, അങ്ങനെയുള്ള സമയങ്ങളിൽ ഡോക്ടറെ ഞങ്ങൾക്ക് ബൈബിൾ തൊടാൻ പറ്റുമോ, ചർച്ചിൽ കയറാൻ പറ്റുമോ, പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമാണ്, രക്തസ്രാവമുള്ള സ്ത്രീ 12 വർഷം എവിടെ പോയി ട്രീറ്റ്മെൻ്റ് എടുത്തിട്ടും ശരിയാവാത്ത സ്ത്രീ, അവളെ എവിടെയാ പോയി തൊട്ടത്? ബൈബിള് തൊടാമോ ഇല്ലയോ എന്നുള്ള സംശയമല്ല, അവൾ ആരെ തൊട്ടു? യേശുവിനെ തൊട്ടു. ഹല്ലേലൂയ. അവൾ യേശുവിനെ തൊട്ടു. ഹല്ലേലൂയ. നമ്മൾ ന്യായപ്രമാണം വെച്ച് അല്ലെ നമ്മുടെ രീതികൾ വെച്ച് കഴിഞ്ഞാൽ അവൾ ഏറ്റവും അശുദ്ധമായ ഒരു ഫേസിലാണ്. അതൊരു സാധാരണ രീതിയിലല്ല, വർഷങ്ങളായിട്ട് അവൾ അതിന് അടിമയാണ്, രോഗിയാണ്. ഇതൊരു മനുഷ്യനോട് പോലും പറയാൻ കഴിയാത്ത വേദനയിലും ഭാരത്തിലും നിന്നയിലും ജീവിക്കുന്ന ഒരു സഹോദരിയാണ്. ആരും അറിയാതെ ഒരു സൗഖ്യം ലഭിക്കുമായിരിക്കുമെന്ന് വിചാരിച്ച് ആ പുരുഷാരം തിക്കിത്തിരക്കി നിൽക്കുന്ന ആ സാഹചര്യത്തിൽ പോയി അവൾ യേശുവിൻ്റെ ഒങ്ങലയിലൊന്ന് തൊട്ടു. ഉടനെ അവൾ സൗഖ്യമായി. എന്നാ ഇതൊരു ലജ്ജാകരമായ വിഷയമാണല്ലോ എന്ന് പറഞ്ഞ് യേശു മിണ്ടാതിരിക്കണ്ടേ? പോട്ടെ, ഇവളെങ്ങനെങ്കിലുമൊക്കെ വന്ന് ഇവക്കൊരു സൗഖ്യം കിട്ടി, അയ്യോ ഇതൊക്കെ എങ്ങനെ പബ്ലിക്കായിട്ട് പറയുന്നത് എന്ന് വിചാരിച്ച് യേശു മിണ്ടാതിരിക്കണ്ടേ? പക്ഷെ യേശു എന്തുവാ ചെയ്തത്? കർത്താവിന് ഭയങ്കര സന്തോഷം. കാരണം ആരോ അതൊന്ന് സങ്കല്പിച്ച് നോക്കിക്കേ, നിങ്ങൾ ഇതിൻ്റെയൊക്കെ മെസ്സേജസ് കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു പുരുഷാരം തിക്കിത്തിരക്കി നിൽക്കുക, ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചിടിച്ച് നിൽക്കുക. എങ്ങനെ യേശുവിന് മനസ്സിലായത് ഇവൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ തൊട്ടെന്ന്? അതും അത് ഇപ്പം ഇങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സാധനത്തേല തൊട്ടത്, യേശുവിൻ്റെ ശരീരത്തിൽ സ്പർശിച്ചു എന്നുള്ളതല്ല, വസ്ത്രത്തിൻ്റെ the hem of his garment. പക്ഷേ ആ ടച്ച് ഒരു വേറെ ടച്ചായിരുന്നു. ആമേൻ. ഇങ്ങനെ തള്ളി തള്ളി നമ്മൾ ഈ ബസ്സിലൊക്കെ കയറുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടി മുട്ടി നിൽക്കുക. അങ്ങനൊരു ടച്ചല്ലത്. സ്നേഹത്തോടും വിശ്വാസത്തോടും, ഹല്ലേലൂയ, ആ പുരുഷാരം തിക്കിത്തിരക്കി നിൽക്കുന്ന ആ അന്തരീക്ഷത്തിലും അങ്ങനെയുള്ള മൃദുവായ ഒരു സ്പർശനത്തെ യേശു തിരിച്ചറിഞ്ഞു. ആമേൻ. തിരിച്ചറിഞ്ഞു എന്ന് മാത്രമല്ല, അതിനെ പബ്ലിക്കാക്കി. ഇവർക്ക് രക്തസ്രാവം ഉണ്ടെന്ന് ഇന്ന് നമ്മൾ അറിഞ്ഞതെങ്ങനാ? അതൊരു രഹസ്യമല്ലേ? ആരും അറിഞ്ഞുകൂടാൻ പാടില്ലാത്ത ഒരു വിഷയമല്ലേ? അതൊരു നിന്ദയല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ തൻ്റെ കൈപ്പണിയായി ദൈവം സൃഷ്ടിച്ചതാ ഒരു സഹോദരിയെ, ഒരു സ്ത്രീയെ. അവളുടെ ജീവിതത്തിൽ, അവളുടെ ശരീരത്തിൽ ലജ്ജാകരമായ ഒന്നുമില്ല. ഹല്ലേലൂയ. അവൾ ഇപ്രകാരമായിരിക്കണമെന്നും, അവൾ ഇപ്രകാരം അവളുടെ ശരീരം പ്രവർത്തിക്കണമെന്നും, അവളുടെ വികാരങ്ങൾ ഇപ്രകാരമായിരിക്കണമെന്നും നിശ്ചയിച്ച് അവളെ മെനഞ്ഞ് ഈ ഭൂമിയിലേക്ക് അയച്ച സർവശക്തനായ ദൈവം. ഇതിനപ്പുറത്തൊരു മാനം, ഒരു സ്നേഹം ഒരു സഹോദരിക്ക് എവിടെ നിന്നും ലഭിക്കാനില്ല. ഈ ലോകത്തിൽ നിന്ന് അന്വേഷിക്കരുത്. ഞാൻ അതേ പറയാറുള്ളൂ. ദൈവം തരും, നല്ല ബന്ധങ്ങളും സ്നേഹങ്ങളും ഒക്കെ തരുമെങ്കിലും He is the lover of your soul. കർത്താവ് സ്നേഹിക്കുന്നത് പോലെ ആർക്കും സ്നേഹിക്കാൻ കഴിയത്തില്ല.
നമ്മുടെ ബലഹീനതകളും തകർച്ചകളുടെയും നടുവിൽ. പ്രൈസ് ഗോഡ്. ഞാനത് ഒത്തിരി ഇങ്ങനെ ചിന്തിക്കും. അവരങ്ങ് നാണം കെട്ട് കാണും. നമ്മുടെയൊക്കെ ഭാഷയിലെ എങ്ങനെയും ഒരു സൗഖ്യം മേടിച്ചിട്ട് പോകാമെന്നും കണ്ടു വന്നു. കർത്താവ് ഇത് ഉറക്കെ, ആരാ എന്നെ തൊട്ടത്, ആരാ എന്നെ തൊട്ടത്. അവൾക്ക് സൗഖ്യം ലഭിച്ചു. അവളുടെ വിശ്വാസം വലിയത് എന്ന് യേശു അവളെക്കുറിച്ച് പറഞ്ഞു. ഹല്ലേലൂയ. എൻ്റെ സമയം ഏകദേശം കഴിയാറായി. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഹൃദയത്തെ പിടിച്ചെടുക്കണം. എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ. സുവിശേഷങ്ങൾ വായിക്കണം. യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ ശുശ്രൂഷ, സഹോദരിമാരോടുള്ള യേശുവിൻ്റെ സമീപനം. ആമേൻ, ആമേൻ. യേശുവിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ആരെ വേണ്ടി വന്നു? ആരെ വേണ്ടി വന്നു? ഒരു മറിയെ വേണ്ടി വന്നു. ഇന്ന് ഇങ്ങനെ യേശുവിനെ ഒരു സഹോദരിക്ക് പ്രസംഗിക്കാൻ പറ്റുമോ എന്നുള്ളത് വലിയൊരു വിവാദമാണ്. യേശുവിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ആരെ വേണമായിരുന്നു? സഹോദരി. ദൈവം നമുക്ക് തന്നിരിക്കുന്ന അതിരുകൾക്കകത്ത് അടങ്ങി ഒതുങ്ങി ജീവിക്കണമെന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ദൈവത്തോടുള്ള ബന്ധത്തിൽ ക്രിസ്തുവിൽ ഇന്ന് യഹൂദനെന്നോ ജാതീയനെന്നോ അല്ലേ, സ്ത്രീ എന്നോ പുരുഷനെന്നോ ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആത്മീയ സാധ്യതകൾ, ദൈവത്തോടുള്ള ബന്ധത്തിൽ ഏത് നിലവാരം വരെ നിങ്ങൾക്ക് ഉയരുവാൻ കഴിയുമെന്നുള്ളതിന് മനുഷ്യന് കണക്ക് വയ്ക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. മനുഷ്യനിടുന്ന അതിരുകളെ സ്വീകരിക്കരുത്. എന്നാൽ എനിക്കത് സമയമില്ല. ബന്ധങ്ങൾക്കകത്ത്, ഒരു കുടുംബത്തിൻ്റെ അകത്ത് പുരുഷനാണ് തല അല്ലേ, സ്ത്രീ പുരുഷനോട് കീഴ്പ്പെട്ടിരിക്കണമെന്ന് പറഞ്ഞാൽ 100% അത് ചെയ്തോണം. അതിനെക്കുറിച്ച് എനിക്ക് വലിയ പഠിപ്പീരുകളുണ്ട്. അതിപ്പോൾ ഇവിടെ പറയാൻ സമയമില്ല. അതെനിക്കൊരു അതിരല്ല എന്ന് പറഞ്ഞ് മാറ്റാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. ക്രിസ്തുവിൽ ഇനി സ്ത്രീയും പുരുഷനും ഒന്നുമില്ല. അപ്പോൾ ഇനി അച്ഛൻ പറയുന്നത് കേട്ടില്ലേലും കുഴപ്പമില്ല, പാസ്റ്റർ പറയുന്നത് അനുസരിച്ചെങ്കിലെങ്കിലും കുഴപ്പമില്ല, പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നത് ഞാൻ ചെയ്യും എന്നൊന്നും ഇറങ്ങി പ്രവർത്തിക്കാനൊന്നും നമുക്ക് പ്രമാണമില്ല. അതൊരു വേറെ ലൈനാണ്. ഞാൻ പറയുന്നത് അല്ലേ, നമ്മുടെ വ്യക്തിത്വത്തിലും നമ്മുടെ സമൂഹത്തിലും എനിക്ക് കഴിവില്ല എന്നും എന്നെ കൊള്ളത്തില്ലെന്നും ഞാൻ രോഗിയാണെന്നും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ ഇടുന്ന അതിരുകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. 38 വർഷം സഹോദരിമാർക്ക് മാത്രമല്ല, 38 വർഷം ഒരാൾ ഒരു കുളക്കരയെ കിടക്കുക. പുള്ളി തന്നെ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്ന അതിരുകളുടെ വലിയ ഒരു പരിമിതി. ആകെപ്പാടെ എന്തുവാ പുള്ളിക്ക് പറയാനുള്ളത്? ഒരു കുളമുണ്ട്, ഞാനിവിടെ കിടപ്പുണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് കലങ്ങുന്നുണ്ട്, പക്ഷെ എന്നെ സഹായിക്കാൻ അത് 38 വർഷമായിട്ട് ഒറ്റ സാക്ഷിയേ ഉള്ളൂ. ആ ആഴമായ സ്വയം സഹതാപത്തിനകത്ത് കുരുങ്ങിക്കിടക്കുക ഇദ്ദേഹം. അതാണ് ജീവിതത്തിൻ്റെ സാക്ഷ്യം. ദൈവമിട്ട അതിരല്ലത്. അദ്ദേഹം ചിന്തിച്ചുണ്ടാക്കിയ അനുഭവങ്ങൾക്കകത്തുനിന്ന് വന്ന കർത്താവല്ലേ, നിനക്ക് എന്തുവാ വേണ്ടുന്നത്? എന്നിട്ട് യേശു അദ്ദേഹത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നീ എന്തോ ചെയ്യ്. ആദ്യം യു ഗെറ്റ് അപ്പ്, യു എറൈസ്. എഴുന്നേക്കരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. എഴുന്നേക്ക്. ഹല്ലേലൂയ. യു ഗെറ്റ് അപ്പ്. നീ ഇരിക്കുന്നിടത്തുനിന്ന് നീ ഒന്ന് എഴുന്നേക്ക്. ഒരു ജീവിതകാലം മുഴുവൻ ഇല്ലായ്മകളും കുറവുകളും അതിരുകളും, ആരും എന്നെ സഹായിച്ചില്ല, ആരും എന്നെ പ്രോത്സാഹിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് തീർക്കാനുള്ളതല്ല. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിന്റെ കിടക്കെടുത്ത്. ആമേൻ, ആമേൻ, ആമേൻ. ഏതെങ്കിലും കാലത്ത് ആരെങ്കിലും വന്നൊരു അത്ഭുതം ചെയ്ത് ഞാൻ സൗഖ്യമാകുമെന്ന് പറഞ്ഞ് ഇരിക്കാനൊരു പ്രമാണം നമുക്കില്ല.
രക്തസ്രാവക്കാരിയായ ആ സ്ത്രീ കടന്നുപോയി യേശുവിൻ്റെ തൊങ്ങലേൽ തൊട്ട് സൗഖ്യമായതുപോലെ പിതാവാം ദൈവത്തിൻ്റെ ഹൃദയത്തെ തിരിച്ചറിഞ്ഞ് ഞാൻ സൗഖ്യമാകുന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഹൃദയം, ഞാൻ എഴുന്നേൽക്കുന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഹൃദയം, ഞാൻ ശോഭിക്കുന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഹൃദയം എന്ന് മനസ്സിലാക്കി നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് യേശുവിനെ തൊടുവാനുള്ള ഒരു കൃപ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുമാറാകട്ടെ. അതിനൊത്തിരി പേരൊന്നും വേണ്ട സഹായിക്കാൻ, ഒത്തിരി പ്രോത്സാഹനങ്ങൾ വേണ്ട, നിങ്ങളും കർത്താവും മാത്രം മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിവിടെ പറഞ്ഞ് ഞാനങ്ങ് നിർത്തുകയായി. ഏറ്റവും അവസാനം കർത്താവ് ക്രൂശിക്കപ്പെട്ടു അല്ലേ, അടക്കപ്പെട്ടു, എല്ലാവരും വിട്ടുപോയി, ശക്തന്മാരായ ശിഷ്യന്മാരും എല്ലാവരും. അവരെ തന്നെ ആ മുമ്പിൽ നിർത്താൻ കർത്താവിന് പദ്ധതി. എന്നാലും എല്ലാം തീർന്നുപോയി എന്ന് തോന്നുമ്പോഴും ആ കല്ലറയ്ക്കൽ അല്ലേ കുറേ നേരം കൂടെ നിന്നൊന്ന് കരയാൻ, ആ സ്നേഹമൊന്ന് പ്രകടിപ്പിക്കാൻ, അതിരാവിലെ വീണ്ടും സുഗന്ധവർഗവുമായി നോർത്ത് നോക്കിയേ. ഈ ഇപ്പോഴത്തെ കാലമല്ല, ഇപ്പോഴാണേലും നമുക്കൊരു ഗ്രേവ് യാർഡിൽ വെളുപ്പിൽ ഒരു 3 മണി 4 മണിയാവുമ്പം തന്നെ 2-3 പേരെ വിട്ടാൽ പോകാനുള്ള ഒരു ധൈര്യം, ഒരു ഗൂഗിൾ ലൊക്കേഷനൊക്കെ ഇട്ട് പോമോ നമ്മൾ? ആ കാലത്ത് ഈ സഹോദരന്മാരെല്ലാം പോയി, എല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് അവരവിടെ കണ്ടുപോയി ചായയൊക്കെ കുടിച്ച് അവിടെ ഇരിക്കുക. ഈ സഹോദരിമാര് അതികാലത്തെ എഴുന്നേറ്റ്. ഇതൂടെ പറഞ്ഞ് ഞാനങ്ങ് അവസാനിപ്പിക്കുവാണേ. മത്തായിയുടെ സുവിശേഷം, സ്നേഹം വിശ്വാസത്തെക്കാൾ വലിയതാണ് സ്നേഹം എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. നിത്യത വരെ നിലനിൽക്കുന്ന 3 കാര്യങ്ങൾ ഏതൊക്കെയാ അല്ലേ? അതെ, വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇവയിൽ വലുതേതാ? 1 കൊരിന്ത്യർ 13 മുഴുവൻ നമ്മളെ പഠിപ്പിക്കുന്ന അതാ. നിങ്ങൾക്ക് മലകളെ നീക്കാനുള്ള വിശ്വാസമുണ്ട് എങ്കിലും, ഇന്നതുണ്ടെങ്കിലും സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 24 അല്ല, ഏർലി ഇൻ ദ മോർണിംഗ് അല്ലേ, 28th വേഴ്സ്. അത്രയും മതി. ഇവരെന്തിനായിരിക്കും ആ കല്ലറയ്ക്കൽ പോയത്? ഞാൻ ഒത്തിരി ചിന്തിച്ചിട്ടുള്ള ഒരു ഭാഗമായത്. ഇവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു യേശു ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന്? എനിക്ക് തോന്നുന്നില്ല. സഹോദരന്മാർക്കില്ലാത്ത ഒരു വലിയ വിശ്വാസം ഇവർക്കുണ്ടായിരുന്നെന്നൊന്നും തോന്നുന്നില്ല. പക്ഷെ വേറെ എന്തോ ഉണ്ടായിരുന്നു ഇവർക്ക്. അവരെ സ്നേഹിച്ച് അവർക്കൊരു മാനവും ഒരു പേരും ഒക്കെ കൊടുത്ത, അവരവരെ തന്നെ കണ്ടെത്തിയ കർത്താവ്. ശരീരമാണേലും മതി, വിശ്വാസത്തിനപ്പുറത്ത് വെളിപ്പെടുന്ന ഒരു സ്നേഹം. ആഗ്രഹിച്ചത് കിട്ടാത്തപ്പോഴും, പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാത്തപ്പോഴും, ആഗ്രഹിച്ചതുപോലെ ജീവിതത്തിനകത്ത് കാൽക്കുലേഷൻ മുൻപോട്ട് പോകാത്തപ്പോഴും നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹം. കർത്താവേ, ഞാൻ നിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നിൻ്റെ പുറകെ കൂടിയതല്ല, ഇത് കിട്ടിയാൽ നിൽക്കാമെന്ന് പറഞ്ഞു കൂടിയതല്ല. കർത്താവേ, എനിക്ക് നീ മാത്രം മതി എന്ന് പറയുന്ന ഒരു സ്നേഹം. കാരണം അവിടെ ചെന്ന് ശരീരം കാണാത്തപ്പോൾ ഇവർക്ക് വിഷമായിപ്പോയി. ഉയർത്തെഴുന്നേൽക്കുമെന്ന് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ കരയുണ്ടല്ലോ, അയ്യോ ഞങ്ങളുടെ കർത്താവിനെ ആര് കൊണ്ടുപോയി. എന്നാൽ വിശ്വാസത്തിനപ്പുറത്ത് വെളിപ്പെട്ട ഈ സ്നേഹത്തിൻ്റെ മുൻപിലാണ് ആദ്യമായി സുവിശേഷം വെളിപ്പെടുന്നത്. ദൂതൻ വന്ന് പറയുകയാണ്, കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ഏറ്റവും ആദ്യം മിഷണറീസായിട്ട് അല്ലേ,
ശമരിയാക്കാരിയെക്കുറിച്ച് പറയാം, ഫസ്റ്റ് മിഷണറി എന്ന് വേണേൽ പറയാം. ആദ്യം പോയി യേശുവിനെക്കുറിച്ച് യേശു മശിഹ എന്ന് പറഞ്ഞ്, പിന്നെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ റിസറക്ഷൻ മെസ്സേജ് ആദ്യം സഹോദരിമാർക്കാണ് കിട്ടിയത്. സഹോദരന്മാരോട് ആരാ പോയി പറഞ്ഞേ? അപ്പം നമ്മളത് അഹങ്കരിക്കാനല്ല, നിങ്ങളൊക്കെ അവിടെ ഇരിക്കും, ഞങ്ങളാ വലുതെന്ന് പറയാനല്ല, തെറ്റിദ്ധരിക്കരുത്. എന്നാൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ ഭയങ്കരമായ പൊട്ടൻഷ്യലാണ് നമ്മുടെ ഉള്ളിൽ കർത്താവ് തന്നിരിക്കുന്നത്. കർത്താവ് തന്നിരിക്കുന്ന മേഖലകൾക്കകത്ത് അടങ്ങി ഒതുങ്ങി നിന്നോണ്ട് തന്നെ ഇവിടെ ആർക്കും ലോക്കിടാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ ആത്മാവിനും നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ സ്നേഹത്തിനും നമ്മുടെ വിശ്വാസത്തിനും നമ്മുടെ പ്രാർത്ഥനകൾക്കും ചങ്ങലകളിടാൻ പറ്റത്തില്ല. യോഹന്നാൻ അപ്പോസ്തലനെ പത്മോസ് ദ്വീപിലോട്ട് അങ്ങോട്ട് തട്ടിക്കളഞ്ഞു. എല്ലാം തീർന്നു എന്ന് വിചാരിച്ചു. അവിടെ സഭയുമില്ല, വിശ്വാസികളുമില്ല, ശുശ്രൂഷയുമില്ല, ഒന്നുമില്ല. എല്ലാം തീർന്നു എന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാം തീർന്നായിരുന്നോ? ഇല്ല. എല്ലാ വാതിലുകളും അടഞ്ഞു കഴിഞ്ഞപ്പോൾ മേളിലോട്ടൊരു വാതിലങ്ങ് തുറന്നു. യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ഹല്ലേലൂയ. അതാർക്കേലും ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ? ഏത് മഹാമാരി വന്നാൽ അത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഏത് പീഡനം വന്നു കഴിഞ്ഞാൽ നമ്മളെ ജയിലിൽ പിടിച്ചിടാൻ പറ്റും. അങ്ങനെ പുറമേ ഉള്ളതൊക്കെ അല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ, ചെയ്താൽ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഏറ്റവും അധികം സ്നേഹിക്കുന്നു. ഞാൻ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. യേശുവിൻ്റെ ജീവിതത്തെ കുറച്ചും കൂടി അടുത്ത് കാണണം, മനസ്സിലാക്കണം. അതിലൂടെയാണ് നമ്മളോടുള്ള കർത്താവിൻ്റെ സ്നേഹവും നമ്മളെ ആരായിട്ടാണ് കർത്താവ് കണ്ടിരിക്കുന്നതെന്നും കർത്താവിലുള്ള സാധ്യതകളെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നത്. ആ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കണം. നമ്മുടെ ജീവിതത്തെ പണിയുവാൻ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവ് നടത്തുന്ന പ്രക്രിയയിൽ താഴ്മയോടെ സഞ്ചരിക്കണം. ജീവിതം പണിയപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. ബന്ധങ്ങളിൽ പണിയപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവത്തിൻ്റെ വചനം ജീവിതത്തിൻ്റെ ആധാരമായി ഏറ്റെടുക്കണം. ഹല്ലേലൂയ. ആ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുന്നവരെ തക്ക സമയത്ത്, ഹല്ലേലൂയ, തക്ക സമയത്ത് നമുക്ക് ഉയർച്ച വരുന്നത് മനുഷ്യരിൽ നിന്നല്ല. മനുഷ്യൻ എത്ര ശ്രമിച്ചാലും, അതുകൊണ്ട് കംപ്ലൈൻറ്റ് പറയരുത്. എന്നെ പ്രോത്സാഹിപ്പിക്കാനും എന്നെ മുൻപോട്ട് നടത്താനും ആരുമില്ല എന്നുള്ള കംപ്ലൈൻറ്റ് പറയരുത്. നിങ്ങളെ രഹസ്യത്തിൽ കാണുന്ന കർത്താവ് പരസ്യമായി നിങ്ങളെ മാനിക്കുന്ന ഒരു ദിവസമാണ്. അല്പത്തിൽ വിശ്വസ്തരായിരിക്കുന്നവരെ അധികത്തിന് കാര്യവിചാരകൻ ആക്കുന്ന ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ വിളിയിലേക്ക്, നിങ്ങളുടെ ദൗത്യത്തിലേക്ക് പടിപടിയായി കൈപിടിച്ചുയർത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. ഒന്നിനു വേണ്ടിയും വഴക്കിടണ്ട, ഒന്നിനു വേണ്ടിയും യുദ്ധം ചെയ്യണ്ട, ഒന്നിനു വേണ്ടിയും മത്സരിക്കണ്ട, ഒന്നിനു വേണ്ടിയും ഹൃദയത്തിനകത്ത് വ്യാകുല ചിന്തകൾ വേണ്ട. ഈ കർത്താവിനോടുകൂടെ സൗമ്യതയോടെ അങ്ങ് സ്നേഹിച്ച് സഞ്ചരിച്ച് അങ്ങ് മുമ്പോട്ട് പോയാൽ മതി. കർത്താവിനോടുള്ള സ്നേഹം മുഖാന്തരം അങ്ങ് ചെയ്തോ എന്തേലുമൊക്കെ, അത് കുഴപ്പമില്ല. കർത്താവ് അതിനെ എല്ലാം മാനിക്കുന്ന കർത്താവാണ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.